സോ വെൽക്കം ബാക്ക് ടു ഷാസ് ക്രിയേറ്റീവ് സ്പേസ്. നൗ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഇന്നത്തെ വീഡിയോൻ്റെ തീം. ആക്ച്വലി ഇത് ആണ് ഞാൻ ഉണ്ടാക്കിയ കുറേ പ്രൊഡക്ട്സിൻ്റെ ഒരു ഷോക്കേസ് പോലെ. അപ്പോൾ ഞാൻ പ്രിൻ്റ് ചെയ്ത പുസ്തകങ്ങൾ ഇതൊക്കെ എവിടെ ഇരിക്കണേ, എന്തൊക്കെയാണ് പ്രൊഡക്ട്സ്, ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ്സ് ജമ്പ് ഇൻ. ആദ്യം ഞാൻ ചെയ്ത ഒരു കാര്യമാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് നമ്മുടെ ക്യൂരിയസ് പ്രിൻസിൻ്റെ ഒരു നോട്ട്ബുക്കാണ്. അത് ഞാൻ ഇങ്ങനെയാണ് വെച്ചേക്കണത്, ബിക്കോസ് ഇറ്റ്സ് A4. അപ്പോൾ വലിയ ബുക്കാണ്. ഞാൻ എടുക്കുന്ന ഐപാഡിലാണ് ഞാൻ എടുക്കുന്നത്. സോ കുറച്ച് ആംഗിളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാവും, ബട്ട് ബെയർ വിത്ത് മീ, ഐ വിൽ ഷോ എവറിത്തിങ്. ഇത് ബുക്സ് ഞാൻ ഒരിക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു, ഈ യൂട്യൂബ് വീഡിയോയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാൻ ഒന്നും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതൊക്കെ സ്റ്റേപ്പിൾ നോട്ട്ബുക്സ് ആണ്. അപ്പോൾ സ്റ്റേപ്പിൾ നോട്ട്ബുക്സൊക്കെ എങ്ങനെയാണ് വെക്കണേ, ഇപ്പോൾ നല്ലൊരു എന്താ പറയുക പെഗ് സ്റ്റാൻഡാണത്. അപ്പോൾ ആ പെഗ് സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ എടുത്തിട്ട്, ആക്ച്വലി എനിവൺ ഹൂ കംസ് ഇൻ ടു മൈ വീട്ടിലാണ് ഞാനിത് വെച്ചേക്കണത്. എൻ്റെ വീട്ടിലാണ് ഇത് ഞാൻ വെച്ചേക്കണത്. അപ്പോൾ സെറ്റ് ചെയ്തേക്കാണ് ഞാൻ അങ്ങനെ ബുക്സ് വെക്കാനുള്ള ഒരു ഷൂ റാക്കാണ്, ഒരു ബുക്ക് റാക്കാണത്. ഇത് ഞാൻ ഓൺലൈനിലായിട്ട് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ചില നോട്ട്ബുക്സ് ഞാൻ കാണിച്ചു തരികയാണ്, ഓക്കെ ഇതൊക്കെയാണെന്നുള്ളത്. പിന്നെ ലേറ്റസ്റ്റായ ചില നോട്ട് പാഡ്സുകളാണത്. അപ്പോൾ മിഡ് നൈറ്റ് ഡ്രീംസ് എന്ന് പറയണത് അതിൻ്റെ ഒരു നോട്ട് പാഡ് കാണിച്ചു തരികയാണ്. പിന്നെ സേമിയ പായസം നോട്ട് പാഡാണ് കാണിക്കുന്നത്. പിന്നെ ഇതാണ് ശരിക്ക് ആ കാണിച്ചെന്നതാണ് ഈ നമ്മൾ പോസ്റ്റലൊക്കെ അയക്കുമ്പോൾ ചെയ്യണത്. പിന്നെ നമ്മൾ സുന്ദരകാന്ഡം നോട്ട് പാഡ്, പിന്നെ സ്റ്റേപ്പിൾ നോട്ട്ബുക്സ് പെയിൻറ്റിങ് ബേസ്ഡ്, ഇലസ്ട്രേഷൻ ബേസ്ഡ്, അങ്ങനെ പല നോട്ട്ബുക്സുകളും പല സൈസിലാണ്. A5 സൈസിലാണ് അധികം ഉള്ളത്. പിന്നെ ടീഷർട്ട്സ് ഞാൻ ചെയ്യുന്നുണ്ട്. ടീഷർട്ട് ടെമ്പിൾ ആർട്ട് എന്ന് പറഞ്ഞ ഒരു ടീഷർട്ട്, ലവ് തീമായിട്ടൊരു ടീഷർട്ട്, ഇതൊക്കെ ലേഡീസ് സൈസിലാണ്. പിന്നെ മയിൽപീലിയുടെ ഒരു ടീഷർട്ട് ഉണ്ട്. പിന്നെ ഓം ബേസ്ഡ് ഒരു വൈറ്റ് ടീഷർട്ട് ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മണ്ടേല ആർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പൗച്ചാണ് ഞാൻ കാണിക്കുന്നത്. അത് 3 സൈസിലാണ് കാണിക്കണത് ഞാൻ. ഇത് 3ഉം അവൈലബിൾ ആണ്. പിന്നെ ഒരു ടീഷർട്ട് എൻ്റെ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ആക്ച്വലി ഇത് ഒരു നല്ലൊരു തീമാണെന്ന് എനിക്ക് തോന്നി. സോ ഇറ്റ്സ് ആക്ച്വലി എ ടീഷർട്ട്, ഇറ്റ്സ് എ വെരി ഗുഡ് ടീഷർട്ട്. പിന്നെ നമ്മുടെ മുരുകനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടീഷർട്ട് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഓം ബേസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഉള്ള ടീഷർട്ട്സും ഉണ്ട്. ഇനി നമ്മൾ നോട്ട് പാഡ്സിലേക്കാണ് പോണത്. ഇതൊക്കെ ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്തതാണ്, നമ്മുടെ പൂച്ചയെ ബേസ് ചെയ്തിട്ട്. പിന്നെ പൂക്കളം, ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഓണത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് പാഡാണിത്. അതെങ്ങനെ ഞാൻ കാണിക്കാം എന്ന് വിചാരിച്ചു. ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഐ ക്യാൻ ഡു കോണ്ടാക്ട് മീ ഇൻ ദിസ് വാട്സപ്പ് നമ്പർ. പിന്നെ ലവ് തീം ബേസ്ഡ് ആയിട്ടുള്ള നോട്ട് പാഡാണ്. ഇതൊക്കെ നോട്ട് പാഡ്സുകൾ ഞാൻ നോട്ട്ബുക്കാണ്. അപ്പോൾ പിന്നെ ടെമ്പിൾ ആർട്ടിൻ്റെ തന്നെ ടീഷർട്ടും ഉണ്ട്, നോട്ട്ബുക്കും ഉണ്ട്. അതാണ് ഇത്, ടെമ്പിൾ തീമായിട്ടുള്ള ഒരു ഡിസൈനാണത്. പിന്നെ വിഷു ബേസ്ഡ് ആയിട്ട് വിഷുക്കണിയുടെ പൂക്കൾ വെച്ചിട്ട് ഒരു നോട്ട്ബുക്കാണത്. ആൻഡ് യു ക്യാൻ ഓൾ ബൈ ദിസ്, ഓർഡർ ഇറ്റ് നൗ ഇറ്റ് സെൽഫ്. ആൻഡ് ദിസ് ഈസ് ലൈക്ക് പാണ്ഡുപുത്ര സീരീസാണിത്. ഇത് ഞാൻ 2-3 എണ്ണം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ഞാൻ കാണിച്ചു തരികയാണ്. അത് ഞാൻ വെച്ചേക്കണത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണെങ്കിലും ഐ ഹാവ് ഓൾമോസ്റ്റ് പ്ലേസ്ഡ് ഇറ്റ് ഇൻ സർട്ടൻ പ്ലേസസ്. പിന്നെ ഭീമനെ ബേസ് ചെയ്തിട്ടുള്ളത്, പിന്നെ ചോക്ലേറ്റ് ബേസ് ചെയ്തിട്ടുള്ളതും അതെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ബട്ട് ഐ എം ഷോയിങ് ഇറ്റ് അഗെയിൻ. 2 ആയിട്ടുള്ള ബീൻസ് വെച്ചിട്ടുള്ള നോട്ട് പാഡും ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ചോക്ലേറ്റ് ബാർ വെച്ചിട്ടുള്ള ഒരു നോട്ട് പാഡും ഉണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാണ്. ആക്ച്വലി ഇത് ടയർ ചെയ്യാം നമുക്ക്, ഇതല്ല വയറും അല്ല. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി. പിന്നെ ഞാനൊരു പാക്കേജ് ഡിസൈൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ദിസ് ഈസ് ഹൗ നോട്ട് പാഡ്സൊക്കെ ഇങ്ങനെയാണ് പാക്കേജ് ചെയ്തിട്ട് ഞാൻ കൊടുക്കണതൊക്കെ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇപ്പോൾ കുറച്ച് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്തപ്പോൾ ഞാനത് ഫോട്ടോ വീഡിയോ എടുക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് ഹൗ പാക്കേജ് ഡിസൈൻ ഇസ്
ഒരു ബാൻഡ് സ്ലീവൊക്കെയാണ്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതായിരുന്നു. ഒരു പെർഫെക്റ്റ് ഫിറ്റിൻ്റെ നോട്ട് പാഡ് ആയിരുന്നു, നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ട്രയാങ്കിൾ ഇങ്ങനെ ട്രാവൽ ചെയ്യണതൊക്കെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് കുറച്ച് ഫ്രൂട്ടി ബേസ്ഡ് ആയിട്ടുള്ള നോട്ട് പാഡ്സ് ആണ്. ഇത് മിൻറ്റി ലെമൺ എന്ന് പറയുമ്പോൾ ആ മിൻറ്റും ലെമണും ഒരു മിക്സറായിട്ടുള്ള ഒരു നോട്ട് പാഡാണ്. സം പീപ്പിൾ ഇഫ് ദേ വോണ്ട് ടു റൈറ്റ് സംതിങ് അബൌട്ട് ഫുഡ് ആൻഡ് എവറിത്തിങ്, ഇത് നല്ലൊരു നോട്ട് പാഡാണ്. ആൻഡ് ക്രിസ്മസ് ഒക്കെ വരുമായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയേ ഉള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് യു ക്യാൻ ഓർഡർ ദീസ് തിങ്സ് via ഓൺലൈൻ. എൻ്റെ വാട്സാപ്പ് നമ്പറാണ് 9539935682. പിന്നെ ഞാൻ കാണിക്കുന്നത് ഡ്രോയിങ് ബുക്കാണ്. ഓക്കെ, ഡ്രോയിങ് ബുക്ക് ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ അത് A4 സാധാ ഡ്രോയിങ് ബുക്കാണ്. പിന്നെ ഞാൻ ഡിസൈൻ ചെയ്തത്, ഇത് നോർമലി ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ വിസിറ്റിംഗ് കാർഡ് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിത് ക്രിയേറ്റ് ചെയ്തൊരു വിസിറ്റിംഗ് കാർഡാണ്. ഇത് നമ്മുടെ ഒരു നോട്ട്ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ശിവശക്തിയുടെ ഒരു ഇല്ലസ്ട്രേഷനാണ്. അതിൽ എന്തൊക്കെയാണ് ഞാൻ ബാക്കിൽ കാണിക്കുന്നുണ്ട്, എന്തൊക്കെ സർവീസസ് ആണ് ഞാൻ ചെയ്യണത്. ഇഫ് യു വോണ്ട് എനി സർവീസസ് പ്ലീസ് കോണ്ടാക്ട് മീ ഓൾസോ. ഇല്ലസ്ട്രേഷൻ സർവീസ് ഉണ്ട്. പിന്നെ യൂട്യൂബ് ആയ കാരണം യൂട്യൂബിൻ്റെ ഒരു കീ ചെയിൻ ഞാൻ ചെയ്ത കീ ചെയിനാണ്. ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത്. ഈ ഒരു കീ ചെയിൻ ആർട്ടിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത്. ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് മണം ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതൊരു പൗച്ചാണ് ആൻഡ് ഇറ്റ് ഹാസ് സെൻഡ്. സോ ഐ ഹാഡ് ബോട്ട് ദിസ് ബട്ട് ഐ ഡിഡ്ന്റ് കെപ്റ്റ് ഇറ്റ് എനിവേ. സോ ഐ കെപ്റ്റ് ഇറ്റ് ഓൺ മൈ അപ്പോൾ ഈ ബുക്സിനൊക്കെ ആ ഒരു മണം വരും. അപ്പോൾ ആക്ച്വലി അതാണ്. പിന്നെ ഞാൻ കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ, ഇത് പൊതുവേ ഞാൻ ആൾക്കാർക്ക് ഓൺലൈൻ വർക്ക്ഷോപ്പ് ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു ബുക്ക്ലെറ്റ് പോലെ ഞാൻ വെക്കാറുണ്ട്, സ്റ്റോളിലൊക്കെ വെക്കാറുണ്ട്. അപ്പം ഇത് ഓരോ മാസത്തിലും അല്ലെങ്കിൽ ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്തത് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഫോർ ലൈക്ക് പാസ്റ്റ് പ്രീവിയസ് ഇയർ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കണു ഈ കോഴ്സസൊക്കെ. And people are joining also. If you want to join in that course also, there is a course coming. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ഈ ഒരു വീഡിയോയിൽ തന്നെ ലാസ്റ്റ് കാണിക്കാം. പിന്നെ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് you like this books rack and do subscribe, do like and everything. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ബുക്കാണിത്. ഇത് പുതിയ ലോഞ്ചാണ്. ഞാനിത് കാണിച്ചിട്ടുമുണ്ട്, അതിനെക്കുറിച്ചിട്ടുള്ള ഇല്ലസ്ട്രേഷനാണ് കാണിച്ചേക്കണേ, പക്ഷെ ബുക്കായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. സോ ഐ തോട്ട് ഐ വിൽ ഇൻട്രൊഡ്യൂസ് ദാറ്റ് ഓൾസോ. ഇത് ഗണേശ കറുക വെച്ചിട്ടുള്ള തീമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ആ കറുക എന്താണെന്നുള്ള ഒരു ഇൻഫർമേഷൻ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. നോട്ട്ബുക്കാണ്, പിള്ളേർക്കും കൊടുക്കാം. ഇറ്റ് ഈസ് വെരി ഡിവൈൻ. യു ക്യാൻ ഓർഡർ ദിസ് ഓൾസോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കോഴ്സ്, മൊസൈക്ക് ആർട്ട്. അപ്പോൾ മൊസൈക്ക് ആർട്ടിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കണം, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് സിമ്പിളായിട്ട്. ആക്ച്വലി ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനത് പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഓൺ 9th August. അപ്പോൾ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അൺടിൽ നെക്സ്റ്റ് ടൈം, താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് കുട്ടി വീഡിയോ.